ഞാൻ ഇതുവരെ മേടിച്ചു തന്നിട്ടുണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? മന്തിക്ക് വേണ്ടി ചാവാൻ ഞാൻ തയ്യാറാ. 16-ാം വയസ്സിൽ വണ്ടി കയറിയതാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇന്ന് നടക്കുന്നത്, അതും കരിമണ്ണൂർ വരെ. വണ്ടി ഓടിച്ചത് ഈ വീഡിയോ പോലീസ് ഇതാ കിച്ചി സാറും കിച്ചിയും ഫൈസലും ചെയ്ത ബെറ്റ് വെച്ച് ഇവിടുന്ന് തൊട്ട് കരിമണ്ണൂർ വരെ. ഓട്ടത്തിനൊപ്പം ഞങ്ങളും പിന്തുടർന്ന് പോവുകയാണ്. ഇതാ ഞങ്ങൾക്കും ഓട്ടം നിർത്താതെ കൂടെ പോകണമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാ ബെറ്റിനൊപ്പം ഞങ്ങൾ പോകുന്നു. അവനോട് കയറാം. ഇതാ ബെറ്റിന് വേണ്ടി ഓടുന്ന, ഒരു മന്തിക്ക് വേണ്ടി ഓടുന്ന കിച്ചിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് പോലും കിച്ചി നിന്ന് കഴിഞ്ഞാൽ ഈ ബെറ്റ് വളരെ അപൂർണമായി പോകുന്നതാണ്. അതിസാഹസികമായി കിച്ചി ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് രണ്ടു വാക്ക് കിച്ചിയുടെ കേൾക്കാം. കയറ്റിപ്പിടിച്ചേ കിച്ചി സാർ, ഈ ബെറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? താങ്കൾ ഇത് ഓടി തീർക്കുമോ? ബ്രോ ഈ ബെറ്റ് നിങ്ങൾ ജയിക്കോ? ഇതാ ഇച്ചിരി കിലോമീറ്റർ കഴിഞ്ഞപ്പോ തന്നെ കിച്ചി സാറിന്റെ പദ വന്നു. തളരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി 1 കിലോമീറ്റർ പോലും താങ്ങാണ്ട് ഇവിടെ വന്നിരിക്കുന്നു. പ്രതിഷേധം എന്തുണ്ടായിട്ടും കിച്ചിയുടെ തളരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കിച്ചി മുന്നോട്ട്. തളരുകയില്ല എന്നൊരു ഓരോ നിമിഷം പ്രതിഷേധം. മെല്ലെ കിച്ചി ഓട്ടം നിർത്താതെ ഇതാ എത്തിയിരിക്കുന്നു. പുള്ളിനെ കയറ്റ. നിന്നോ? ഇല്ല, പിന്നെ പോയിന്ന് പറഞ്ഞ കിച്ചടയാ അധികം ഓടി എന്തായാലും. ഇതാ വേർത്ത് കുളിച്ച് എടുത്തണ്ട. ഇതാ തളരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചി ഇതാ വണ്ടി നിർത്തണേ. അയ്യോ, ഇവിടുന്ന് കുറച്ച് ഉന്തിയാ മതി, ന്യൂട്രൽ അടിക്കാം. ഇതാ കിച്ചി വളരെ മടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബെറ്റ് വേണ്ട എന്ന് തോന്നിയ നിമിഷത്തിലേക്ക് കിച്ചിയുടെ മുഖഭാഗങ്ങൾ മാറുകയാണ്. ഇത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലിലേക്ക് കിച്ചിയുടെ മുഖഭാഗം മാറിയിരിക്കുന്നു. എന്തിന് ഞാൻ കിച്ചി സാർ, ബ്രോ ഈ ബെറ്റിന്ന് പിന്തുടരുന്നുണ്ടോ? ഓ ബ്രോ, മാസ് കേട്ടിട്ടോ? ചാലാശ്ശേരി എത്തിയിരിക്കുന്നു. ഇതാ ചാലാശ്ശേരി ബ്രോ, ലിഫ്റ്റ് വേണോ ബ്രോ? ലിഫ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതാ കിച്ചി മടുത്തു എന്നുള്ളൊരു ഇതിലേക്ക് നീങ്ങുകയാണ്. വെള്ളം അറിയില്ല. നിക്കല്ല. നിന്നാ അവിടെ തെറ്റ് തീർന്നു. ഇത്ര ഓടിയത് വെറുതെ. വണ്ടി വന്നുണ്ട്. കിച്ചിക്കാൻ ബ്രോ, യു ക്യാൻ ബ്രോ. വണ്ടി വന്നു. യു ക്യാൻ ബ്രോ. ഞാൻ മുന്നേ വണ്ടിയോട് കേറാ. നീ കിക്കറടിച്ച് മടുക്കോളിയാ. ഒരു പകുതി യാമം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി പകുതികൾ കൂടി കാണാനുണ്ട്. ഇതാ ഒരു അധ്യായത്തിന്റെ പകുതി കിച്ചി ഇതാ പിന്നിട്ടിരിക്കുന്നു. ഇതാ ബാക്കി പകുതികൾ കൂടി. ഇനി വെറും അവശേഷിക്കുന്ന 7 മിനിറ്റുകൾ കൂടി. 7 മിനിറ്റുകൾ കൊണ്ട് കിച്ചി കരിമണ്ണൂർ എത്തേണ്ടതുണ്ട്. സമയം നമുക്ക് പരിമിതമാണ്. ആ സമയത്തിനുള്ളിൽ വേണം നമുക്ക് അവിടെ എത്തിച്ചേരാൻ. സമയത്തിൻ്റെ വളരെ ദൈർഘ്യമായിരുന്ന സമയമായിരുന്നു. ഇതാ സമയത്തിൻ്റെ പരിമിതി. സമയത്തിൻ്റെ പരിധി. ഇതാ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ വെളിച്ചക്കുറവും ഒക്കെ നമ്മളെ ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് പകുതി വഴിക്ക് ചെല്ലുമ്പോഴേ അറിയുള്ളൂ. പോകുന്ന വഴിയിലെ വെട്ടം
നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഈ വെട്ടമൊക്കെ നമ്മുടെ കിച്ചിയുടെ ഓട്ടത്തെ പ്രതിസന്ധി കിച്ചിയുടെ ഓട്ടത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളത് നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാൻ പറ്റുകയുള്ളൂ. കിച്ചിയുടെ ഓട്ടം തുടരുന്നു. നമ്മുടെ കിക്കറടിച്ച് മടുത്ത വേറൊരാൾ, ഓടുന്നതിനേക്കാളും മടുപ്പായിട്ട് പുറകിൽ ഒരാൾ കിക്കറടിച്ച് വരുന്നുണ്ട്. അയാളെ സമയത്തിന്റെ പരിമിതികൾ ഏറെ കുറവാണ്. ഇനി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന വെറും 6 മിനിറ്റാണ്. 6 മിനിറ്റ് കൊണ്ട് കിച്ചി ഇത് നമ്മൾ കരിമണ്ണൂര് കടക്കുമെന്നാണ് ഏകദേശം. ന്യൂട്രടിക്കണായാച്ചനി ഇനി വെറും സമയത്തിൻ്റെ തീരായാമങ്ങൾ മാത്രം. വളരെ കുറച്ച് സമയം മാത്രം നമ്മുടെ മുന്നിൽ ന്യൂട്രടിക്കടാ. സമയത്തിൻ്റെ പരിമിതി. കിച്ചി ഓടിക്കൊണ്ടിരിക്കുന്നു. കരിമണ്ണൂരിലേക്ക് അടുക്കാൻ പോകുന്നു. ഇനി വെറും 2 കിലോമീറ്ററുകൾ കൂടി. 2 കിലോമീറ്റർ കിച്ചി വെറും നിസ്സാര സമയം കൊണ്ട് ഓടി തീർക്കേണ്ടതുണ്ട്. കിച്ചിയുടെ മുന്നിൽ ഇനി 5 മിനിറ്റുകൾ മാത്രമാണ് മുന്നിലുള്ളത്. അവശേഷിക്കുന്ന മിനിറ്റുകൾ കിച്ചിക്ക് സാധിക്കുമോ? ബ്രോ എന്താ ബ്രോ പ്രായമുള്ളേ? എത്ര മിനിറ്റ് കൂടെ ഉള്ളയാ? നിമിഷത്തെ എങ്ങനെ അതിനെ മറികടക്കും? ബ്രോ പിന്മാറുന്നുണ്ടോ? ഇല്ല, ഒന്നുകൂടെ കാണിച്ചാ. ബ്രോ വൺ മോർ. പിന്മാറുന്നുണ്ടോ? ബിക്കോസ് പട്ടി ഇതാ ഗൈസ്. പട്ടി കിച്ചിനെ കണ്ട് പേടിച്ചു ഗൈസ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നൊരു കയറ്റം തുടങ്ങാൻ. വണ്ടീനെ പറ്റി എന്താണ് ബ്രോ പറയാനുള്ളത്? കിച്ചി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നൊരു കയറ്റത്തെ നേരിടാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കിച്ചിക്ക് സാധിക്കുമോ? കിച്ചി കരിമണ്ണൂരിന്റെ മണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചി You can bro, you can. I am with you bro, I am with you. You can bro. Wait bro, ഫൈസൽ ബ്രോനെ ഒന്ന് കേറ്റോ ബ്രോ. ബ്രോ മടുത്തോ ബ്രോ? ദൈവത്തിന്റെ സന്നിധിയിൽ കിച്ചി എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു കയറ്റം കിച്ചി നേരിടേണ്ടതുണ്ട്. കിച്ചി ഒരു വലിയ ഒരു ഘട്ടത്തിന് മുന്നിലാണ് ഇനി. കിച്ചി ദൈവത്തിന്റെ ഫോട്ടോ ബ്രിട്ടാസ് ഒന്ന് ക്യാമറയിൽ എത്തിക്കേണ്ടതുണ്ട്. കുറച്ച് പിടിക്കേണ്ടതാണ്. ആ ക്യാമറയിൽ പതിയെ വീണ്ടും കിച്ചി പോരാട്ട വീര്യത്തോടുകൂടി കരിമണ്ണൂർ അടുക്കുന്നു. വരാൻ ബ്രോ ഇറങ്ങിക്കോ. ബാ ബ്രോ ഇറങ്ങുന്നുണ്ടോ ബ്രോ? നമുക്ക് ഇച്ചിരി എനർജി ഫില്ല് ചെയ്തിട്ട് പോവാം. വാട്ട് യു ടെല്ലിംഗ് ബ്രോ? വെട്ടത്തിന്റെ പരിമിതിയുണ്ട്. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. കള്ളിഷാപ്പ് കിച്ചി സാറിനെ മാടി വിളിച്ചുവെങ്കിലും ബെറ്റിന്റെ ബലത്തിൽ അതിനെയൊക്കെ മറികടന്ന് കിച്ചി സാർ മുന്നോട്ട്. പോരാട്ട വീര്യത്തെ പോരാട്ടം തുടരുന്നു. കിച്ചി കരിമണ്ണൂരിനോട് അടുക്കുന്നു. ബ്രോ കരിമണ്ണൂർ എത്ര എന്താണ് പറയാനുള്ളത്? Bro, you can bro, come on bro, prove it bro, prove it. കിക്കറടിച്ച് മടുത്ത ഒരാൾ പുറകിലുമുണ്ട്. പക്ഷേ തളരാത്ത വീരയ്ക്ക് ഇച്ചിയെ കരിമണ്ണൂർ എത്തിക്കുമോ? കരിമണ്ണൂർ എത്താറായിരിക്കുന്നു. എന്താണ് കരിമണ്ണൂർ എന്താണ് എന്നുള്ളത് കിച്ചിനെ നന്നായിട്ട് കിച്ചിക്ക് സുപരിചിതമായ കരിമണ്ണൂരിലേക്ക്. കിച്ചി കരിമണ്ണൂര്. 18 വയസ്സുള്ളപ്പോൾ 16 വയസ്സുള്ളപ്പോൾ തൊട്ട് വണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ബസ്സിൽ പോലും കയറാത്ത ആളാണ് ഒരു മന്തിക്ക് വേണ്ടി കരിമണ്ണൂർ വരെ ഓടുന്നത്. 2ാം വയസ്സിൽ തിരുവനന്തപുരം വരെ ഓടിയാണ് അദ്ദേഹം റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. പുതിയ മത്സരത്തിനായി ചൂട് വെക്കുന്നത്. കിച്ചി ഓടൂ.
കരിമണ്ണൂരിലേക്ക് വെറും മീറ്ററുകള് മാത്രം അകലെ. എന്റെ അമ്മ മീറ്റർ അല്ലേ? ആരടാ കണ്ടൂല. ബ്രോ കുഞ്ഞു മെസ്സേജ് എന്നെ പറയണ്ടേ? യു ക്യാൻ ബ്രോ, കം ഓൺ ബ്രോ. ഇതാ കരിമണ്ണൂരിന്റെ മണ്ണിലേക്ക് ഇതാ കിച്ചി ഇതാ കാൽ വെക്കുകയാണ്. ഇതാ നമുക്ക് ഫ്രണ്ടിൽ കരിമണ്ണൂര് കാണാം. വെറും കണ്ണെത്തുന്ന ദൂരത്തേക്ക് കരിമണ്ണൂരാ, കണ്ണെത്താ ദൂരത്ത് കരിമണ്ണൂരാ. ഇതാ കിച്ചി, കണ്ണെത്താ ദൂരത്ത് കരിമണ്ണൂരാ, കണ്ണെത്താ ദൂരത്ത് കരിമണ്ണൂരാ. ഇതാ കിച്ചി അടുക്കുന്നു, കരിമണ്ണൂരിനോട് അടുക്കുന്നു കിച്ചി. കരിമണ്ണൂർ പള്ളിയുടെ പക്കലേക്ക് ഇതാ കിച്ചി സാർ എത്തുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ പോരാട്ട വിജയം ഇതാ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. സമയം കഴിഞ്ഞു പോയതോ എന്നാണ് നമുക്കിനി ചെക്ക് ചെയ്യാനുള്ളത്. അദ്ദേഹം പറഞ്ഞ 3/4 മണിക്കൂർ കഴിഞ്ഞു പോയോ എന്നുള്ളതാണ് ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ഏക കടമ്പ. അത് ചെക്ക് ചെയ്യണമെങ്കിൽ കിച്ചി സാർ ഓടി പൂർത്തിയായതിനു ശേഷം നമ്മളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓടുന്നു കിച്ചി ഓടുന്നു, കിച്ചി ഓടി പോകുന്നു. കമോൺ ബ്രോ, കരിമണ്ണൂർ പള്ളി എത്തിയിരിക്കുന്നു. ഇതാ അടുത്ത ദൈവസന്നിധി എത്തിയിരിക്കുകയാണ്. കരിമണ്ണൂർ പള്ളി. ഇതാ കിച്ചി ഇതാ കരിമണ്ണൂരിനോട് അടുക്കുന്നു. ബ്രോ ഇതാ കിച്ചി സാർ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. കരിമണ്ണൂർ അവിടെ പോയി ടച്ച് ചെയ്യുക, ആ പള്ളിയുടെ അവിടെ. ഇതാ കരിമണ്ണൂർ പള്ളിയുടെ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാ കിച്ചി സാർ ഇതാ ബെറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഗായ്സ് ബ്രോ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ബ്രോ? ടെൽ മീ ബ്രോ. കിതയ്ക്കുന്നുണ്ടല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കുക. ഇതാ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് ഓരോ വാക്കിലൂടെ ഉച്ച സാർ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? മന്തിക്ക് വേണ്ടി ചാവാണ് ഞാൻ തയ്യാറാ. മന്തിനി അങ്ങോട്ടാ പോകേണ്ടത്. 3/4 മണിക്കൂർ കഴിഞ്ഞു ബ്രോ. നമുക്കിനി ബെറ്റിൽ പറഞ്ഞ സമയമാണ് അറിയേണ്ടത്. വി ഹാവ് ടു ലുക്ക് ദ സമയം. നീ ഇവിടെ കേറിയപ്പോഴത്തേക്ക് ഞാനത് 42 മിനിറ്റിനുള്ളിൽ ബെറ്റ് 42 മിനിറ്റിനുള്ളിൽ 45 മിനിറ്റ് പറഞ്ഞ് 42 മിനിറ്റിനുള്ളിൽ ചെയ്തിരിക്കുന്നു. ഇത് ഒഴുകുന്നത് വേർപ്പാണ്, വെള്ളം മാല്ല. വേർപ്പ്. വിജയിച്ചിരിക്കുന്നു. ഇതാ കിച്ചി സാർ മന്തിക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ വേണ്ടി തയ്യാറാന്ന് പറഞ്ഞുകൊണ്ട് 6 കിലോമീറ്റർ Proud of you, my boy. I'm a Cristiano fan, bro. Oh, bro. Challenge accept ചെയ്യാനുള്ള ഈ പുള്ളിയാണ് സിംപിളായിട്ട് ഓടിയത്. ഈ ഓർഡറാണ് ഞാൻ വീട്ടിൽ വണ്ടി നല്ല നടക്കാറില്ലേ. വണ്ടി കൂടെ 16-ാം വയസ്സിൽ വണ്ടി കയറിയതാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇന്ന് നടക്കുന്നത്, അതും കരിമണ്ണൂർ വരെ. വണ്ടി ഓടിച്ചത് ഈ വീഡിയോ പോലീസ് ഇടും, അല്ല യൂട്യൂബിൽ ഇടുമ്പോൾ വീഡിയോ മെൻഷൻ ചെയ്തത് 16-ാം വയസ്സിൽ ഓടിച്ചതാണ്. അത് വീഡിയോയുടെ കണ്ണിൽ പെടണം. പെട്രോൾ ഡ്രൈവർ ഗൈസ്. അങ്ങനെ ബെറ്റില് ഞാൻ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ കിച്ചുമാൻ മന്തിയും പെപ്സിയും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പൈസ ബെറ്റ് വെച്ച പോലെ നമ്മൾ 6 കിലോമീറ്റർ ഓടി തീർത്തിരിക്കുകയാണ് നമ്മുടെ കിച്ചുമോൻ. അതിൻ്റെ സെലിബ്രേഷനാണ് നമ്മളിവിടെ. ചെറിയ രീതിക്ക് നമ്മുടെ പറ്റുന്ന രീതിക്ക് സെലിബ്രേഷൻ പറഞ്ഞ രീതിക്ക് മന്തിക്ക് വേണ്ടിയാണ് അവൻ 6 കിലോമീറ്റർ ഓടിയത്. അപ്പം മന്തി നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്ന വിധം നമ്മുടെ കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ നിന്ന് കുറച്ച് 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ആ വീഡിയോയിലുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ല നിലവിൽ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് അവരെ ഒന്നും ആഡാക്കാത്തത്, കാണിക്കാത്തത്. എത്തിച്ചേരുന്നതായിരിക്കും നാളെ. ഇനിയുള്ള വീഡിയോകളിലൊക്കെ അവർ എത്തിച്ചേരുന്നതായിരിക്കും. ഗായ്സ്, നമ്മൾ നടു റോട്ടിലാണ്, എവിടെയും അല്ല, റോട്ടിൽ വെച്ച് വെച്ചത് നമ്മൾ ഫുഡ്. അതാണ് നമ്മുടെ ഇതിലെ മെയിൻ ഘടകം. അപ്പം ഇവിടെ തന്നെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. അതിൽ ഞാൻ ബെറ്റ് വെച്ച ഞാനും ഇതിൽ പങ്കാളികളാവുന്നതായിരിക്കും. എന്ത് ഫീസാണല്ലോ നിനക്ക് സംഭവം കിട്ടിയില്ലേ? അടുത്ത പൊട്ടിച്ച് വെച്ചോ.
മന്തി എടുത്ത് വെക്കുക. നമ്മൾ ബെറ്റ് വെച്ച മന്തി. ആ നമ്മൾ ബെറ്റ് വെച്ച ആ സ്ഥലം നിങ്ങൾ നോക്കണ്ട. ഞങ്ങളിവിടെ ബെറ്റ് വെച്ച സ്ഥലം ഇത് ആയതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ അതിൻ്റെ സാക്ഷ്യം വരുത്തുന്നത്. അപ്പം നമുക്കിനി അടുത്ത് റൈസിലേക്ക് പോവാം. റൈസ് അതിൻ്റെ അകത്ത് ഇട്ടാതെ നമ്മളൊരു കളിയില്ല. ഇത് വലിയ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇത് ചുമ്മാ അവൻ തോന്നിയാസം കാണിക്കണം അല്ലെങ്കിൽ പറ്റിച്ചതാണെന്ന് കാണിക്കും. അങ്ങനെ പറ്റില്ലല്ലോ. സാധനം അതിൻ്റെ അകത്ത് ഇടുക. കണ്ടോ, മന്തിക്കുട്ടൻ ചാടി ചൂടോടുകൂടി. ഹാപ്പി അല്ലേ? ചുമ്മാ ജസ്റ്റ് ഞാനൊരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് കൊടുത്താണ്. നിനക്ക് പറ്റുമെങ്കിൽ ഒരു മന്തി മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം അത് അപ്പം തന്നെ ഒരു മടിയും കൂടാതെ ഒന്നും ഒരു വാക്ക് നിന്നിടത്തു നിന്ന് അവന് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ആ വീഡിയോ. അങ്ങനെ ഒറ്റ പോക്കിന് അങ്ങ് പോയതാണ്. ഒരു നിമിഷം പോലും ഒരു ഷൂ ഇടണമെന്നോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഷൂ അല്ലെങ്കിൽ മറ്റോ സ്പോർട്സ് നിക്കറോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ജേഴ്സി ഒന്നും ഇടാതെ അപ്പം തന്നെ അവൻ ഞാൻ റെഡി, മന്തി ഉയർ എന്ന് ചിന്തിച്ച് അവൻ ഒറ്റയടിക്കാനാണ് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ചവൻ്റെ ആ ധൈര്യം. എടുക്കാം ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്ത് ഗൈസ് അവനങ്ങനെ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു മന്തി കഴിക്കുന്ന. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ബെറ്റ് വെച്ച പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കണം എന്നവൻ്റെ ഭാഷയായിരുന്നു. അതാണ് നമ്മൾ നിറവേറ്റി കൊടുത്തത്. നീ കഴിക്കണം, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണ്ടേ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കണം. റൈസ് എടുക്കാം. നമ്മൾ നിങ്ങളിതിൽ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. അവൻ ഓടാൻ ഉപയോഗിച്ച ഷർട്ട് തന്നെയാണ് കുളി കഴിഞ്ഞിട്ട് വന്നിട്ട്. അതല്ലേ വേറെയാണോ? അല്ല, സെയിം കളറായിട്ട് എനിക്ക് തോന്നി വീണ്ടും. അപ്പം വേറെ സെയിം കളറുള്ള വേറെ ഏതോ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് വൈകുന്നേരം ഇരുന്ന് മന്തി കഴിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു. അതന്നെ, ഞങ്ങൾ അങ്ങനെയാണ്. ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വെച്ച് ഇതുവരെ ഞങ്ങളൊരു പരിപാടി നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സമയമെടുത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാനിങ് നടന്നിട്ടില്ല. ഇപ്പം ചെയ്തു അങ്ങനത്തെ പ്ലാനിങ് മാത്രം നമുക്ക് അല്ലേ. നമ്മൾ ഒരു പരിപാടി നമുക്ക് ഇതുവരെ ഇപ്പോൾ ട്രിപ്പ് പോകണ കേസാണെങ്കിലും അല്ലാത്ത കേസാണെങ്കിലും എന്ത് കേസാണെങ്കിലും മുൻകൂട്ടി പറഞ്ഞോ അല്ലെങ്കിൽ സമയമെടുത്ത് ഒരിടത്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പം പോകാമെന്ന് പറഞ്ഞു ഇറങ്ങി ഒറ്റ പോകുക അല്ലെ, അങ്ങനെയുള്ളൊരു ഇതുവരെ നമുക്ക് നടന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം ചലഞ്ച്. ഇതിൽ ചുമ്മാ പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്തു, അവനത് നടത്തി വിജയിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ മന്തിയും കൊടുത്തു. അങ്ങനെ ഫേസ് കാണിക്കണം. ഇത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് അത് വീഡിയോ എടുത്തില്ല പിന്നെ എന്ത് ആൾക്കാർ വിചാരിക്കില്ല നമ്മളിത് കള്ളത്തരം കാണിച്ച് അവൻ ഓടിയത് വെറുതെയാണ്. ആ വീഡിയോയിൽ കാണിക്കുന്ന നമുക്ക് മൊത്തം അത്ര ഓടിയ സമയം ഫുള്ളായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ അങ്ങനെയാണ് വീഡിയോ എടുത്തത്. അപ്പം എന്നാലും നമ്മൾ പരമാവധി ഫുൾ എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തു കേട്ടോ. കാരണം എല്ലാം എടുത്ത് ഓടിയെത്താം. അവന്മാർ ബൈക്കിന് ഓടിയെത്തണ്ടേ, അതിനനുസരിച്ചൊക്കെ ഓടിയെത്തി പരമാവധി എടുത്തു. പിന്നെ അത് അപ്പം അങ്ങനെ ചെയ്തിരുന്നത് അവൻ അവസാനം മന്തി മേടിച്ച് കൊടുത്തോ, ചലഞ്ച് പറഞ്ഞ ആൾ മന്തി മേടിച്ച് കൊടുത്തോ എന്നുള്ളൊരു ഇത് വരില്ലേ. അപ്പം അതിനാണ് നമ്മൾ ഇരുന്ന് കഴിച്ച് ഫുള്ള് മന്തി കഴിക്കണതിൻ്റെ ഇത് കാണിക്കണം. അങ്ങനെ നമ്മുടെ മന്തി ചലഞ്ചിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് അവൻ പോയിരിക്കുന്നത്. അവൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റത്തെ അതോടെ കഴിക്കുക, തീർത്ത് കഴിക്കുക. ലാസ്റ്റ് ഘട്ട റൗണ്ടിലേക്ക് അവൻ കടന്നിരിക്കുന്നു. നമുക്ക് ഇനി ഇതുപോലത്തെ നല്ല നല്ല ചലഞ്ചുകൾ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇത്തവണ വെച്ചിരുന്ന ബെറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മന്തി അടിച്ചു. നമ്മളൊരു മന്തി കഴിച്ചു. ബൈ.